Welcome to Line Cut. Line cut, line cut, line cut. എന്തായാലും മിറാഷ് തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഹൗസിൻ്റെ അകത്ത് പോകാൻ പോകുന്നു. അതിനു മുമ്പ് കുറച്ച് മിറാഷിൻ്റെ വിശേഷം. ജീതു ജോസഫ് സിനിമ ആഫ്റ്റർ 1 year അല്ലേ, നമ്മുടെ നുണക്കുഴി കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞ് ജീതു ജോസഫിൻ്റെ പടം. ഈ വളരെ കുറച്ച് ഡയറക്ടേഴ്സിന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തമിഴിലും തെലുങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ആക്ടറിൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളുടെ പടം, നമ്മൾ ഋതിക് റോഷൻ്റെ പടം കാണാൻ പോകുന്നു, കമൽഹാസൻ്റെ പടം. പക്ഷെ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇന്ന ഡയറക്ടറിൻ്റെ പടം. പിന്നെ ആക്ടർ ആരാ അതൊന്നും ആക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷെ അത് നമ്മൾ നോക്കില്ല. നമ്മൾ ഇന്ന ഡയറക്ടറിൻ്റെ പടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുക. അപ്പോൾ യെറ്റ് അനദർ ജീതു ജോസഫ് ഫിലിം. ഇതൊരു ബാധ്യതയാണോ? എല്ലാത്തിനും ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ 100% ഡയറക്ടേഴ്സ് എന്നുള്ള മാത്രമല്ല, ആക്ടേഴ്സിനും ഓഫ് കോഴ്സ് ഇതുണ്ട്. പക്ഷെ പണ്ട് ആക്ടേഴ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡയറക്ടേഴ്സിന്റെ പേരൊന്നും പലപ്പോഴും അറിയപ്പെടുക പോലും ഇല്ല. ഇന്നിപ്പോ അത് ഡയറക്ടേഴ്സ് അല്ല, ചില സിനിമാറ്റോഗ്രാഫേഴ്സിനും ഉണ്ട്. മനസ്സിലായോ? അത് ടെക്നീഷ്യൻസ് അതുണ്ട്. കാരണം അതിന്റെ കാരണം വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എല്ലാം വന്ന് എല്ലാവർക്കും സിനിമയുടെ കാര്യങ്ങൾ അറിയാം, എല്ലാവരെയും അറിയാം. പിന്നെ എന്നോട് ഇപ്പൊ ചോദിച്ച ചോദ്യം, ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എക്സ്പെക്ടേഷൻ. ഗുണം എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആൾക്കാർ പുള്ളിയുടെ പടമല്ലേ, ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വരും. ആ വരുമ്പോൾ അതൊരു എക്സ്പെക്ടേഷനിലാണ് വരുന്നത്. ഇപ്പൊ മിറാഷ് ആണേലും വരുമ്പോൾ എന്റെ ത്രില്ലർ എന്ന് പറയുമ്പോൾ ട്വിസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ മിറാഷിന് കുഴപ്പമില്ല, ട്വിസ്റ്റ് കൂടി പോയെന്നുള്ളതേ ഉള്ളൂ. ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് വേറെ ചിലരിങ്ങനെ പറയും, ഇപ്പൊ മിറാഷിന്റെ കാര്യത്തിൽ അത് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എല്ലാ ട്വിസ്റ്റും ഒന്നും പ്രഡിക്റ്റ് ചെയ്യലെന്നൊന്നും നമ്മളാരും ആവശ്യപ്പെടുന്നില്ല. നമ്മൾ ആ കഥയ്ക്ക് ഇങ്ങനെ വളച്ചേരിച്ച് കൊണ്ടുപോകാൻ, ബേസിക്കലി ട്വിസ്റ്റിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളാരെയും ഞെട്ടിക്കാനും ബേസിക്കലി അതിങ്ങനെ കയറ്റി ഇറക്കി ആൾക്കാർ ഒരു ഇമോഷണൽ റൈഡിൽ കൂടെ കൊണ്ടുപോകും. അപ്പൊ ചിലർക്ക് വർക്കാവും, ചിലത് ശരിയാകും, ചിലത് ശരിയായെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചില ഇമോഷൻസ് ചിലത് ഇതാവും. പക്ഷെ എപ്പോഴും വന്നിട്ട് അതിന്റെ ഒരു അവസാനിപ്പിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ അതിൽ കൊണ്ടുപോയി ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു കിക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അതാണ് മിറാഷിന്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ മിറാഷ് എന്ന് പറയുന്ന സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു കൊച്ചു സിനിമയാണ്, ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ കഥ പറയുന്നു. ഇമോഷനേക്കാളും ഇതൊരു വേറൊരു കൈൻഡ് ഓഫ് റൈഡാണ്. ഇതൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. അപ്പൊ എന്നോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു, ശേട്ടോ പറഞ്ഞു, സാറ് പറഞ്ഞ ശരിയാ, അതുപോലെ ഇതാണ്. പക്ഷെ 1-2 ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ടോട്ടാലിറ്റി വന്ന സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറെ ഒരു ഇതായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ ആസ് എ പേഴ്സൺ ഹവ് സീൻ ദ മൂവി കുറെ പ്രഡിക്റ്റബിൾ ആയിരിക്കാം. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെനിക്ക് പ്രഡിക്റ്റ് ചെയ്യാമായിരുന്നില്ല. ബട്ട് വൺസ് യു ഗെറ്റ് ഇൻസൈഡ് ദ മൂവി ഈ പ്രഡിക്ഷൻ ഒന്നും അന്നേരം പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ഇതിലും ബുദ്ധി എനിക്കുണ്ടായിരുന്നല്ലോ, ഞാനിതായിരുന്നല്ലോ. മേ ബി നമ്മൾ കുറെ ത്രില്ലറിനോട് ഇപ്പൊ കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആയിട്ട് എല്ലാ സാധനവും നമ്മളിപ്പോ തിരിച്ചാ ചിന്തിക്കുന്നത്. റിവേഴ്സ് ആണ് നമ്മളിത്. ഓക്കെ, പുള്ളി ഇവിടെ ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ട്, അപ്പൊ ഞാനത് നമ്മളിപ്പോ ഒരു ചാലഞ്ചിങ് ആയിട്ടാണ് ഇന്നത്തെ കാലം. ഓക്കെ, കമ്മിങ് ടു ആസിഫ്, നമ്മൾ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പം ആസിഫ് ഒരു ജേർണലിസ്റ്റ് ആണെന്ന് മനസ്സിലായി. ആസിഫ് എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ നടക്കുമെന്ന് മനസ്സിലായി. പക്ഷെ ടു ബി ഫ്രാങ്ക്, ആസിഫിന് അങ്ങനെ ഒരു ഭയങ്കര ഒരു ആസിഫ് സിനിമ എന്ന് പറയാൻ മാത്രം ആസിഫിനെ കണ്ടില്ല ട്രെയിലറിലോ. വൈ ഡിഡ് യു പിക്ക് ദിസ് മൂവി? സ്ക്രീൻ പ്ലേ ഡെഫിനറ്റ്ലി. ഞാനത് ഈ തിയേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇതിന്റെ ഫസ്റ്റ് നറേഷനിൽ എനിക്ക് കിട്ടിയത്. ഓരോ പ്രാവശ്യം ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തും, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അതല്ല. അപ്പൊ ആ സ്ക്രീൻ പ്ലേ തന്നെയാണ് എനിക്ക് എക്സൈറ്റ്മെന്റ് തന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഇത് ഈ മൂവി റിലേറ്റഡ് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞു, കൂമൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂമന് വേണ്ടിയിട്ട് എനിക്ക് വന്ന കോള് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാര്യം ആ സമയത്ത് ഞാൻ അങ്ങനെ ഭയങ്കരമായ ബോക്സ് ഓഫീസ് പരിപാടികളൊന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലല്ല ഒരു ജിത്തു ജോസഫ് പടത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം ഞാൻ അന്ന് ചോദിച്ചപ്പോൾ ചേട്ടനോട് പറഞ്ഞത് ഈ ക്യാരക്ടറിന് ആസിഫാണ് സൂട്ട് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം എഗെയിൻ ഈ 3 years കഴിഞ്ഞു കൂമൻ കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിക്കുമ്പം ആ ക്യാരക്ടറിൽ ഒന്നും കാണാതെ ഇദ്ദേഹം എന്നെ വിളിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഈവൻ ഞാനും ചേട്ടൻ്റെ അടുത്ത് പടം കണ്ടപ്പോൾ ചോദിച്ചു, ആസിഫ് ഇത് അഭിനയിച്ചു? ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ആസ്ക്ഡ്. ഇതിന്റെ ഉത്തരം പടം കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം ചേട്ടൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ആസിഫ് ഇസ് എ പേഴ്സൺ ഹു പുള്ളി ക്യാരക്ടറിനെ മാത്രം, അത് വട്ട് എവർ ഇറ്റ് ഇസ് ക്യാരക്ടറിനെ മാത്രം അല്ലേ? അങ്ങനെ കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ട്. നമുക്ക് ഈ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലല്ലാതായി മാറും നമ്മൾ. ഇപ്പൊ എന്റെ ക്യാരക്ടേഴ്സ് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് എൻഡിങ് ഉള്ളത്, അല്ലെങ്കിൽ ഭയങ്കര നല്ല ഒരു ഹീറോ, നന്മമരമായുള്ള ഒരു ഹീറോ, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. അപ്പം
എന്നെ വെച്ച് സിനിമകൾ ആലോചിക്കുന്ന സമയത്ത് അതിന്റെ റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. Exactly. എങ്ങോട്ട് വേണമെങ്കിലും ആ ഞങ്ങൾക്ക് ഭയങ്കര characters ഹെൽപ്ഫുൾ അത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രഡിക്ഷൻസ് ഒഴിവാക്കാനാണ് അങ്ങനെ പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിനകത്ത് ഒന്നുകൂടെ അടിയട്ടെ, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ മലയാളത്തിൽ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ടാലന്റഡ് ആണ്. ഇതാണ് ഇതിന്റെ കുഴപ്പം വെച്ചാൽ ഈ ഇമേജ് കോൺഷ്യസ് ആകുക എന്ന് പറയുന്ന പ്രശ്നമാണ്. അതാണ് ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. അത് ചെയ്യരുത്. അവർ ആക്ടേഴ്സാണ്. അതിനകത്ത് അവർക്ക് മുമ്പിൽ വരുന്ന ക്യാരക്ടേഴ്സ് അതിന്റെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ അതിനെ നല്ല രീതിയിൽ പോർട്രേ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി. പക്ഷെ ഇത് പ്രശ്നം വെച്ചാൽ പലരും ഭയക്കുവാണ് ഇമേജ് അത് അങ്ങനെ ഇങ്ങനെ. ഒരു ആക്ടർ അത് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ബേസിക് കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിൽ വളരെ ചുരുക്കം ആക്ടേഴ്സേ ഇപ്പൊ ഇതുള്ളൂ. Those who trust the craftsman, അല്ലെങ്കിൽ ആ ഒരു മേക്കറിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആക്ടർ. അതെ, കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഇമേജ് കോൺഷ്യസ് ആകാത്ത, എനിക്ക് എന്ത് കിട്ടിയാലും ഞാനത് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, എനിക്കത് ഇത് ചെയ്യാൻ പറ്റും എന്നിപ്പം ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. വേറൊരു ഇതിലാട്ടോ, രജനി സാറ്, അദ്ദേഹം സ്ക്രീനിൽ പല അപ്പിയറൻസിൽ വന്നാലും റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പുള്ളി സാധാരണക്കെ പോലെ നടക്കുന്നത്. പുള്ളിക്കറിയാം ഞാൻ തിരിച്ച് അതിലേക്ക് വരുമ്പോൾ എനിക്കത് ആകാൻ പറ്റുമെന്നുള്ളൂ. എത്ര ആക്ടേഴ്സിന് പറ്റും? എല്ലാരും പലതും മറച്ചല്ലേ നടക്കുകയുള്ളൂ. മനസ്സിലായി? അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്ക് ഓരോ രീതിയുണ്ട്. അല്ലെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. അപ്പം ലൈക്ക് വി നോ ദാറ്റ് ഇപ്പൊ ലാസ്റ്റ് കണ്ട വാട്ട് ഇസ് ലെവൽ ക്രോസ്, അത് അതൊരു വേറെ ആസിഫ്, അതിൽ ഇമേജേ ഇല്ല. ഇതിൽ ആസിഫ്, ഞാൻ ഇതിൽ ആസിഫ് ഭംഗിയില്ല അല്ലേ? അല്ല, അത് ക്യാരക്ടർ ഡ്രിവൺ ആണ് സിനിമ. അയ്യോ, ഒരു അതിലും എനിക്ക് ഒന്ന് പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിൽ ആസിഫിന്റെ ലാസ്റ്റ് ഒരു അടിയൊക്കെ ഉണ്ട്. ലെവൽ ക്രോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഞാനത് പേഴ്സണലി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളത് ജുഡീഷ്യലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ താമസിച്ച ഹോട്ടലിൽ, ആ ഹോട്ടലിലാണ് നമ്മുടെ ഫുൾ ക്രൂ താമസിക്കുന്നത്. അപ്പൊ ഇവര് രാവിലെ നോക്കുമ്പോൾ ഒരാൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ രഘുവിന്റെ ഫുൾ മേക്കപ്പ് എന്റെ റൂമിന്നാണ് കഴിയുന്നത്. അതൊരു 1.5 മണിക്കൂർ മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ വിഗും വെച്ച് ഈ സ്കിൻ ടോൺ ഒക്കെ ചെയ്ത് പല്ലും വെച്ചിട്ടാണ് ഞാൻ രാവിലെ ഇറങ്ങുന്നത്. അപ്പൊ ഇറങ്ങി പോകുന്ന സമയത്ത് സെക്യൂരിറ്റിക്ക് ഡോറ് തുറന്നു തരാൻ വരെ മടിയാണ്. ആ കോസ്റ്റ്യൂമിലാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. എന്നിട്ട് ഇവര് പ്ലാൻ ചെയ്യും രാത്രി ഇയാളെ കേട്ടരുത് എന്നുള്ളത്. പക്ഷെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷനിൽ മേക്കപ്പ് മാറിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ ഇവർക്ക് ഫുൾ ഇയാൾ എപ്പോഴാണ് രാത്രി ഇതിനകത്ത് വന്ന് കേറുന്നത്. അർജുനെ വിളിക്കുമ്പോൾ ആദ്യം ജിത്തു ചേട്ടൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ലാസ്റ്റ് ഇയർ നമുക്ക് ഓൾമോസ്റ്റ് ഇതേ സമയത്ത് നമ്മുടെ ഹൗസിൽ പോയി ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുത്ത ഒരു ആർട്ടിസ്റ്റാണ് അർജുൻ. അതിൽ ഖേദിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഖേദിക്കുന്നില്ല. ഇപ്പൊ അതിനകത്ത് എന്നാന്ന് വെച്ചാൽ നമ്മളൊരു അന്നിവിടെ ഇവര് ചെയ്ത ഇതിനകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ ഇവര് ചെയ്ത് പലരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ 2 പേരുടെ ഗ്രൂപ്പിലായിരുന്നു. അതിനകത്ത് ചെയ്ത ആ ഒരു സംഭവത്തിനകത്തു നിന്നാണ് ഞാൻ അർജുനെ പിക്ക് ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു IT പ്രൊഫഷൻ നമുക്ക് വേണമായിരുന്നു. അദ്ദേഹം വന്നു ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മാക്സിമം ഈസ് എ ബിഗിനർ, പുള്ളി അത് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുടക്കക്കാരനാണ്, അതിൻ്റെതായ ഹിക്കപ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കൂടുതൽ എഫേർട്ട് ഇട്ട് നമ്മളത് ലേൺ ചെയ്ത് പോളിഷ്ഡായി വരികയാണ് എല്ലാവരും ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി അതെ, അത്രേ ഉള്ളൂ. സംബന്ധിച്ചോളം ഇത്രയും വലിയ ബാനറുകളാണ് ആദ്യത്തെ. അപ്പോൾ ഹൗ വാസ് യുവർ ജേർണി ഫ്രം BB6 to BB7 റൈറ്റ് നൗ? ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയതന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. BB വന്ന റീസൺ തന്നെ എനിക്ക് ഫിലിമിലേക്ക് കയറാൻ അല്ലെങ്കിൽ ആ ഒരു പാഷൻ വെച്ചിട്ടാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് BBയിൽ വന്നാൽ അങ്ങനെ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി കമ്മിയാവുന്ന കൂടുതലും പറയാം. അല്ല, നമ്മുടെ ട്രെയിലേഴ്സ്, ഐ മീൻ പൂജ ഫോട്ടോസ് വിട്ട സമയം മുതൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നോണ്ടിരുന്നത് അർജുന് വേണ്ടിയിട്ടാണ്. അർജുൻ 2 ഹാർട്ട്, അർജുൻ 3 ഹാർട്ട്, ഇതാണ് നമ്മുടെ മൊത്തം കമന്റ്സ്. പിന്നെ സിനിമയിലേക്ക് വരുന്നതിന് അങ്ങനെ ഒരു ഫോർമുല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാൻസസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത്. എനിക്ക് അർജുന് കിട്ടിയ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതൊരു BBയുടെ തന്നെ ഒരു ഭയങ്കര സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രി ഒരു ആർക്കാണെങ്കിലും ആസ്പെറന്റ് ആക്ടറിന് ഒരു എൻട്രി കയറുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കാണുന്ന ദൃശ്യം, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഡിക്റ്റേറ്റീവ് തൊട്ടാണെങ്കിൽ സാറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ത്രില്ലർ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഫാനാണ്. ഇപ്പൊ അപർണയുടെ ആസിഫൊക്കെ ആണെങ്കിലും നമ്മൾ അല്ലല്ല, ഞാൻ സിനിമ വന്നിട്ട് കാണുന്നതാണ്. അപ്പം മഹേഷിന്റെ പ്രതികാരാണെങ്കിലും ഇപ്പം ട്രാഫിക് തൊട്ടാണെങ്കിലും ആസിഫിക്കയുടെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. നമ്മളിപ്പോ ഒരു ഓഡിഷന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മോഡലിംഗ് ചെയ്യുവാണെങ്കിലും ചില വർക്കൊന്നും കിട്ടാതിരിക്കുമ്പോൾ, ചില വർക്കൊക്കെ പോകുമ്പോഴും നമ്മൾ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്.
അപ്പൊ അവരൊരു കരിയർ ഗ്രോത്ത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു മോട്ടിവേഷനാണ്. Correct. അപ്പോൾ ഫസ്റ്റ് ഫിലിമിൽ തന്നെ എനിക്ക് ഫസ്റ്റ് എൻട്രി തന്നെ ഇവരുടെ കൂടെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. മുമ്പോട്ട് എനിക്കിതൊരു എന്താ പറയുക, ഇപ്പം കുറെ പേര് പറയും നമ്മൾ വർക്ക്ഷോപ്പിൽ പോകണം, അതിന് പോകണം. പക്ഷെ ഇതെനിക്കൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. സാറിൻ്റെ അടുത്ത് നിന്നാൽ ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റി തന്നെ വലിയൊരു എന്താ പറയാ IIM-ലൊക്കെ പഠിച്ച അവസ്ഥയാണ്. ഇനിയിപ്പോ ചെയ്യുമ്പോൾ ഞങ്ങള് ഇച്ചിരി ഓവറായി പോയില്ലേ? കാറിലിരുത്തി പഠിപ്പിച്ചു കൊടുത്തത്. അല്ല, ഒരു ഷോട്ടില് ഇവനെ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കാറിന്റെ അകത്തുനിന്ന് നമ്മൾ ഇറക്കണം. അപ്പൊ ഇതൊരു ഹച്ച് ബാക്ക്, ഒരു കുഞ്ഞു കാറാണ്. അപ്പൊ ഇവനെ ബാക്ക് സീറ്റിൽ കിടത്തണം, പുറകിൽ അപർണ ഇരിക്കണം, ഹന്ന ഇരിക്കണം, ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, അപർണ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപർണ വന്നിട്ട് കുറച്ചുകൂടെ മടക്കി. ഇത് വേറെ തമാശ എന്താന്ന് വെച്ചാ ഇതൊരു സീരിയസ് സീനാണ് സിനിമയില്. ഇപ്പം ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ, ഞാൻ വേറെ പ്രിവ്യൂ ഒന്നും കണ്ടില്ല, ഞാൻ നേരെ തിയേറ്ററിൽ പോയിട്ടാ പടം കാണുന്നത്. ഈ കാറി കയറ്റുന്ന സീൻ എത്തിയപ്പോ ഞാൻ ചിരിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഇതേ ഓർമ്മ വരുന്നില്ല, എനിക്കറിയാം ഇവന് കാറി കയറ്റാനുള്ള ബുദ്ധിമുട്ട്. ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് എടുത്ത് കാറി കയറുന്നത്. കേറുമ്പോ ഫുള്ള് കേറുന്നില്ല, കാല് പിന്നെ ജനലിൽ കൂടെ ഒരു ടേക്കില് കാല് ഞാൻ എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് ഞാനൊരു ഇതില് പുള്ളിനെ ലിറ്ററലി മറ്റേ മടക്കി വെക്കൂലേ നമ്മള് എന്തെങ്കിലും, അതുപോലെ മടക്കിൽ വെച്ചാലേ ആ കാറിനകത്ത് എവിടെങ്കിലും ഒക്കെ ഫിറ്റ് ആവുള്ളൂ. മനസ്സിലായോ? ഡയറക്ടർ അറിയാത്ത കുറെ കോമഡി നടക്കുന്നുണ്ട്. അപർണ അടുത്ത് വരുമ്പോ അപർണയാണ് പടത്തിൽ എനിക്കൊന്ന് ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെയുള്ള ഒരു മഹനീയ സാന്നിധ്യമാണ് അപർണ. ഹൗ വാസ് ദ മൂവി? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പേഴ്സണലി ഭയങ്കര, അതെ, ഞാൻ ജിത്തു സാറിന്റെ കൂടെ രണ്ടാമത്തെ പടം, ആസിക്കയുടെ കൂടെ. അപ്പൊ അതെ, എത്ര എന്താന്ന് പറഞ്ഞില്ല അതുകൊണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞിരുന്നു കിഷ്കിന്ധാകാന്ഡവും ഒരു ത്രില്ലറായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പൊ പടം ഇറങ്ങിയിട്ട് പോലും ആരും അങ്ങനെ ഒരു കമ്പാരിസൺ പോലും വരാത്തതിന്റെ ഒരു റീസൺ, അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആക്ച്വലി ഞങ്ങളെ രണ്ടുപേരെയും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ട്, അത് എനിക്ക് തോന്നുന്നു ജിത്തു സാറിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രസന്റേഷനും ആൾക്കാർ അത് ഒട്ടും അങ്ങനത്തെ ഒരു ട്രേസ് പോലും പറയുന്നില്ല. ആൻഡ് ആക്ടേഴ്സിന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്കും പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. ഞങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ വളരെ നല്ല ചില്ലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ആ പടത്തിന്റെ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന പടം കണ്ടു. അപ്പൊ ഞാനിങ്ങനെ അതിലൊരു ചവിട്ടലുണ്ട്, ഡോറ് തുറന്ന് ഞാനിങ്ങനെ പിടിച്ചു. ലൈക്ക് എനിക്കൊരു വൈബ്രേഷൻ ആയിരുന്നു അത്. മാത്രമല്ല അവരുടെ ഇതിൽ ഒരുപാട് ആക്ഷനും ചെയ്തു അല്ലേ? ഹൗ വാസ് ഇറ്റ്? നല്ല ചവിട്ടായിരുന്നു. നല്ല ചവിട്ടായിരുന്നു, നല്ല ക്വാളിറ്റി ചവിട്ടായിരുന്നു, നല്ല അടിയായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ, ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. അപ്പോൾ അവള് പെട്ടെന്ന് തന്നെ അയ്യോ എന്ന് അങ്ങനത്തെ ഒരു ഇതിൽ വന്നു. അപ്പം അത് ആ മ്യൂസിക്കും ആ ചവിട്ടും എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര എഫക്റ്റ് ഉണ്ട് അതിന്. അപ്പം ചെയ്തൊന്നും എനിക്ക് ഒരു റിഗ്രറ്റോ ഒരു വിഷമോ ഇല്ല. കിട്ടിയ അടിക്കും കിട്ടിയ ചവിട്ടിനും ഒന്നും എനിക്കൊരു പരാതിയില്ല അതുകൊണ്ട്. കാരണം ആ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇപ്പം നമ്മൾ കൂടെ ഇരിക്കുന്നവർ തന്നെ അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല, അപർണ ശരിക്കും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം പല സീക്വൻസസ് ഇപ്പൊ സിനിമ കണ്ടവർക്കറിയാം, പല സീക്വൻസസ് നമുക്ക് ഡ്യൂപ്പ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാൻ പറ്റില്ല. അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു ടേക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറയും അത് അങ്ങനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇത് ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയും പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി. എനിക്ക് കുറെ വിഷമം പറയാനുണ്ടാണ്, പറയാൻ പറ്റില്ല അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് സ്ക്രീനിൽ കാണുമ്പം അത് ആൾക്കാർ അത് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഓരോരുത്തരും അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ആണെങ്കിലും ഇക്കാടെ ആണെങ്കിലും ഓരോ ഇപ്പം ആക്ടിങ് അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റണ്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാവരും അത് എടുത്തു പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ സീക്വൻസിനൊക്കെ പൈലറ്റ് സൗണ്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്റെ സോറി ആയിരിക്കും. സോറി സോറി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തത്. പക്ഷെ അപർണയിലുള്ള ഒരു ബ്രില്യൻ ഫൈറ്റർ പുറത്തു വന്നു അല്ലേ? പടം കാണുമ്പോൾ എല്ലാവർക്കും അപർണ ഇത്ര
ആക്ഷൻ ഒക്കെ ചെയ്ത് ഞാൻ നോക്കിയിട്ട് ഇനി അല്ല അത് ആക്ഷൻ അതിന്റെ ക്രെഡിറ്റ് നമ്മൾ അതിന്റെ കൊറിയോഗ്രാഫർക്ക് കൊടുക്കണം. അയ്യോ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞായിരുന്നു നല്ലൊരു മൊത്തത്തിൽ ഈ പടത്തിലൊരു റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് ഇത് മതി അങ്ങനത്തെ. അല്ല അത് നമുക്കത് ഫീൽ ചെയ്യണം. അത് ഇവര് ചെയ്യുന്ന കാരണം ഇവരാരും മനുഷ്യ കഥാപാത്രങ്ങളല്ലോ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് സാധാരണ ഒരു പെൺകുട്ടി അവര് റിയാക്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. ഇടയ്ക്ക് ഫൈറ്റിന്റെ ഇടയ്ക്ക് പോയി തലമുടികളൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. കാരണം അങ്ങനെയല്ലേ പെൺപിള്ളേര് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ തലമുടി പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം എനിക്കിത് ഫീൽ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു സൈഡ് വേദനിച്ചിട്ട് ഞാനിങ്ങനെ ഒരു മരത്തിന്റെ ഇടയിൽ നിന്റെ തല കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോ പക്ഷെ ഈ പറഞ്ഞ മാതിരിയാണ് നമുക്ക് എല്ലാം. അപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു സമയത്ത് ഒരു പോയിന്റില്, അത് നിങ്ങൾക്ക് സിനിമ ആണ് എനിക്കിപ്പോ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പോയിന്റിൽ ഇങ്ങനെ ജിത്തു സാറാണ് ഇവിടെ കുഴപ്പമില്ലാണോ അത് ചെയ്യണോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അർജുന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. അത് അർജുന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല. ബിഗ് ബോസ് ഹൗസിൽ അത്യാവശ്യം നല്ലതല്ലും. പക്ഷെ ഫിസിക്കലായിട്ടില്ലല്ലോ. മാനസികമായിട്ട് നമ്മളവിടെ കൊടുത്തിട്ടേ ഇവിടെ മാനസികമായിട്ട് ഓക്കെ. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചുമ്മാ തള്ളുക. അപ്പൊ എന്നോട് പറഞ്ഞ ഇടിക്കാം. അപ്പൊ ഞാൻ അവന് വേദനിക്കുന്നു പുതിയ പുഷ് ചെയ്തു. അപ്പൊ സാറിനെ വിളിച്ചിട്ട് ഒറ്റടി ഒന്ന് ഇവിടെ കിട്ട് ഇതുപോലെ അടിച്ചിട്ട് തിരിച്ചു വന്നില്ല ഇനി അടി കിട്ടും. ഫുള്ള് അടി തിരിച്ചു കിട്ടും. ചോരയും ബ്ലഡ് ഒക്കെ കുറെ കുറച്ച് മേക്കപ്പ് അഴിക്കുമ്പോഴേ ഇത് പോവാത്ത എന്തിവിടെ ഒരു മാർക്ക് അതില് ഫുള്ള് ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും തമാശ പറഞ്ഞല്ലോ കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാരണം അത് ബേസിക്കലി അതിനകത്തൊരു ഫിയർ ഉള്ള ഒരാൾക്ക് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ചിലർക്ക് ഹൈറ്റ്സ് ഫിയർ ആയിരിക്കല്ലേ. അപ്പൊ ആ വ്യക്തിയോട് ഇപ്പൊ ഗ്ലാസ് ഇതില്ലല്ലേ എനിക്ക് പേടിയാ. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ കാത്തിയും കറ്റീനെയൊക്കെ എൻ്റെ അടുത്ത് പേടിക്കണേ വന്ന് നിൽക്കുന്നവർ ഇങ്ങനെ ഗ്ലാസ് വലിയ ഹൈറ്റ്സ് നിൽക്കുക. എന്നിട്ട് കറ്റീനോട് അവിടെ നിന്ന് ചാടാൻ തുടങ്ങി. അപ്പൊ എനിക്കും ദേഷ്യം വന്നു. എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് ഒരു പ്രത്യേക ഏരിയയിൽ ഒരു ചെറിയ ഫിയർ ഉണ്ട്, ചെറിയ റിസ്ക്കും ഉണ്ടത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെ ചെയ്യുന്നുണ്ട്. സാറോട് ഒന്ന് ചെയ്യുന്നു എന്നോട് പറഞ്ഞ അത് എനിക്ക് തിരിയാ വരുന്നേ. എനിക്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേരി പറഞ്ഞ മാതിരി വെളുപ്പാവാറായി. എല്ലാവർക്കും ഇത് കഴിഞ്ഞ വീട്ടിൽ പോ കഴിഞ്ഞു. ആക്ച്വലി അതോടുകൂടി തീരുകയാണ്. ഞാനാണ് ഇത് തീർക്കേണ്ടത് ഈ സീക്വൻസ്. ഞാനൊന്നത് ചെയ്തു കഴിഞ്ഞാൽ സംഭവം തീരും. ആ വികാരം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കിത് പേടിയായിട്ടുണ്ടല്ലോ. എന്നിട്ട് എനിക്കിത് ഉണ്ടാതിരിക്കാൻ ലിറ്ററലി ഞാൻ സാറിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റിയലിസ്റ്റിക് വേണം ഇതാണല്ലോ ഇവിടെ എല്ലാവർക്കും വേണ്ടത്. ഇവിടെ റിയലിസ്റ്റിക് ഇടിയും കുത്തും ചവിട്ട് വരും. ഇനി ഒരു കുത്തും കൂടെ ബാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇച്ചിരി ഹൈറ്റ്സ് ഇതാണ് നമ്മൾ സേഫ്റ്റിക്ക് ഒരു കുഴപ്പമില്ല. റോപ്പെല്ലാം ഉണ്ട്. എന്നാലും താഴെ ബെഡും ഇതൊക്കെ ഇടും. ഇതെല്ലാം കഴിഞ്ഞ് ഇത് പുള്ളി കണ്ടു ബെഡൊക്കെ ഉണ്ട്. എന്നിട്ട് കഴിഞ്ഞ് പുള്ളി അത് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോ ബെഡോടെ ഉണ്ടല്ലോ ആരും മാറ്റിയിട്ടില്ലല്ലോ. പറയാൻ പറ്റില്ല. ഒന്ന് കണ്ടു തെറ്റി അവരൊക്കെ പറ്റിച്ചളയന്നെ. ആ കഴിച്ചല്ലൊരു ഫെയ്ഡ് ആസ് യു ക്ലോസർ അതാണ് പടത്തിന്റെ ടാഗ്ലൈൻ. എന്താ ഫെയ്ഡ് ആവുന്നത്? ബേസിക്കലി മിറാഷ് എഫക്ട് എന്താണ്? നമുക്കിങ്ങനെ ഒരു ഇല്യൂഷൻ അല്ലേ, മരീചിക അതാണല്ലോ മിറാഷ്. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്ന പോലെ പോകും. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു റൈഡാണ്. ഒരു പ്രശ്നം കാണുന്നു, ആ പ്രശ്നത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവര് ഉദ്ദേശിച്ച പ്രശ്നം അല്ലത്, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞത്. ഞാൻ തുടക്കം തൊട്ട് ഇതിനകത്ത് ഭയങ്കര ഇമോഷൻ. ഇപ്പം പ്രീവിയസ്ലി ഇവർ ചെയ്ത് ഇത് കിഷ്കിന്ധാനം ഒരു ഇമോഷണൽ ത്രില്ലറാണ്. ഇതിനകത്ത് ഇമോഷൻ അല്ല, ഇതിങ്ങനെ ഒരു കുറേ സംഭവവാസങ്ങളാണ്. ഒന്നിനു പുറകെ ഒരാളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പോകുന്നൊരിതാണ്. അപ്പം അവരുടെ ആ ഒരു ട്രാവലിൽ ഇവരിങ്ങനെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവർ കാണുന്ന പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മാഞ്ഞു പോവുക, വേറെ രീതിയിലേക്ക് മാറിപ്പോവാണ്. അതാണ് മിനേഷ്. പക്ഷെ ട്രെയിലറിൽ കുറെ കാട്ടും ഒരു ലോക്കറിനെ ചുറ്റിപ്പറ്റി കാണുന്നുണ്ട്, ഒരു ഹാർഡ് ഡിസ്കിനെ ചുറ്റിപ്പറ്റി കാണുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ലോക്കറിന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? അല്ല, അതാണ് പറഞ്ഞത്. ഇവര് ചെന്ന് ലോക്കർ തുറന്ന് നോക്കുമ്പോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നുമില്ല. പക്ഷെ പിന്നെ ചെന്ന് നോക്കുമ്പോ എന്തോ ഉണ്ട്. അങ്ങനെയൊക്കെ ഇച്ചിരി ഇതാണ്. എനിക്ക് തോന്നുന്നു നമ്മള് കുറെ കാസ്റ്റ് ഉണ്ടല്ലേ പടത്തില്. ഇതല്ലാതെ ഹന്നയുണ്ട്, ഹക്കീമുണ്ട്, സമ്പത്ത് സാറുണ്ട്, ഹക്കീമുണ്ട്. പിന്നെ തമിഴ് ആക്ടേഴ്സ്. എനിക്ക് നമ്മൾ മോർ ഓഫ് തമിഴാണ് പടം. മലയാളികൾ വരെ കോയമ്പത്തൂരെ കഥ നടക്കുന്നത്. അതാണ് കുറെ തമിഴ് ഡയലോഗ്സ് ഒക്കെ അതിനകത്ത് കാര്യങ്ങളുണ്ട്. ജീതു ജോസഫ് എന്നുള്ള ഡയറക്ടർ, ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. പുള്ളി ഏറ്റവും കൂടുതൽ പുള്ളിയുടെ ഇത് ബാക്കിലെ ക്രൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പുള്ളി ഭയങ്കര കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ. അത് തുടക്കം മുതലേ ഉള്ള ക്രൂവും കാസ്റ്റൊക്കെ തന്നെ. കാസ്റ്റ് ഞാൻ പറയുന്നില്ല, അവരെ മാറ്റാതെ പറ്റില്ലല്ലോ. ഇപ്പം ആസിഫിനെ വെച്ച് തന്നെ രണ്ടാമത്തെ പടായി
ഇപ്പോഴും എന്താ പറയാ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ലേ? എൻ്റെ പ്രശ്നം എന്തറിയോ, എനിക്കിപ്പോൾ ഞാൻ ഒരാളുമായിട്ട് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങിലൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പറയാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതൊക്കെ ഇതാണ്. ഇപ്പം എനിക്കിപ്പം ഇപ്പം നമ്മൾ ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും റെഡി. അത് തന്നെയാണ് ആസിഫിന്. എനിക്കിപ്പോൾ ആസിഫിൻ്റെ വേറൊരു എനിക്ക് ഒത്തിരി ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. കാരണം ബിക്കോസ് ഓഫ് ഹിസ് സെലക്ഷൻ ഓഫ് മൂവീസ്, സെലക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. കാരണം എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉള്ള, ഞാൻ സിനിമ വരുന്നതിന് മുമ്പേ പറയായിരുന്നു ആക്ടേഴ്സ് ഇങ്ങനെയായിരിക്കണം, അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണം റൈറ്റേഴ്സിനും ഇവർക്കുമാണ്, അതിൻ്റെ ഗുണം ഇവർക്കും ഇമ്പാക്റ്റും ഗുണവും പ്രേക്ഷകനും കിട്ടും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ കാണുമ്പോൾ ഞാൻ കൂടുതൽ അടുത്ത് നിൽക്കാൻ നോക്കും. അതെന്റെ സെൽഫിഷ്നെസ് ആണ്. അല്ല നോക്കിയോ, അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാൻ ഇത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നു. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ചില സിനിമകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാമറാമാൻ ചെയ്ത് അത് എൻ്റെ ജോലിയല്ല, അതിതല്ല, അങ്ങനെ ശരിയാണ്. അവരൊരു സീനിയർ ക്യാമറാമാനാണ്, ഐ റെസ്പെക്ട് ഇത്. എനിക്ക് ഓക്കെ, അങ്ങനെ 1-2 എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അതെൻ്റെ ജോലിയല്ല. അത് സതീഷും ഞങ്ങളുടെയൊക്കെ എവിടെ വെച്ചാൽ ഞാൻ പോയി ട്രോൾ ചെയ്യല്ലോ. സതീഷ് എവിടെയും ഇതാണെങ്കിൽ സതീഷ് ഓടിപ്പോയി അത് ചെയ്യും. ഇപ്പൊ നമ്മുടെ സ്പോട്ട് എഡിറ്റർ അവിടെ നിൽക്കുകയാണ്, ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം അവനെ ഓടി വന്നിട്ട് ചെയ്യും. ഞങ്ങളുടെ ടീം അങ്ങനെയാ, ഇന്ന ജോലിയൊന്നൊന്നുമില്ല. ഞാൻ ട്രോൾ തള്ളാറുണ്ട്. പണി നടക്കണം, കാര്യങ്ങൾ നടക്കണം, അങ്ങനെ ഒരു സ്പിരിറ്റിൽ പോകുന്നത്. ഇപ്പൊ അപർണ പറഞ്ഞല്ലേ ഭയങ്കര സീരിയസ് സിനിമയാണെങ്കിലും ഭയങ്കര രസകരമാണ്. എൻ്റെ എല്ലാ സെറ്റും അങ്ങനെയാണ്. ജോക്കടിച്ച് മെമ്മറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ട്വിസ്റ്റുള്ള ഇത് വരുമ്പോഴത്തേക്കും ഞങ്ങളവിടെ നിന്ന് മ്യൂസിക് ഇട്ട് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ അപ്പൊ നോക്കുമ്പോ അവൻ തെന്നി വീഴും എന്നൊക്കെ പറഞ്ഞ് രാജുവിനോട് പറയും. അപ്പൊ രാജു എടുത്ത് പൊട്ടിച്ചിരിക്കും. ഇങ്ങനത്തെ ചുമ്മാ ജോക്കൊക്കെ അടിച്ചിട്ടാണ് ഇങ്ങനത്തെ സിനിമ ചെയ്യുന്നത്. അതൊരു സുഖമാണ്. അതുകൊണ്ട് തന്നെ അറിയോ, ആ സെറ്റിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ ആസിഫിനോട് ചെയ്യുമ്പോൾ ഒറ്റ കുഴപ്പമുള്ളൂ, വൈകുന്നേരങ്ങളിൽ കഴിയുന്നത് ആസിഫിന്റെ അടുത്തേക്ക് പോകാതിരിക്കാനല്ല, രാത്രികളിൽ. കാരണം പുള്ളി ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഫയർ വർക്ക്സും കോമൻ ചെയ്യുമ്പോ രാത്രി 11-12 മണിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോ പുള്ളി തീ കൂട്ടിയിട്ട് നമുക്ക് ഇനി കുറച്ചു നേരം മറ്റേ ഫയർ ചെയ്യാന്നൊക്കെ പറയുന്നത്. ഒരു ദിവസം ഞാനിരുന്നു, അപ്പൊ എനിക്ക് മനസ്സിലായി നടപടിയുള്ള കേസല്ല. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ബാക്ക് സൈഡിൽ കൂടെയൊക്കെ ഒളിച്ചു കയറുന്നത്. പെട്ടാ പിന്നെ വിടത്തില്ല. ബാക്കി എല്ലാവരും വരും, ചേച്ചി വരും, പിള്ളേർ വരും, ഇവര് ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും കൂടെ വന്ന് അതെവിടെ മറയൂര് ഷൂട്ട് ചെയ്ത് നല്ല രസമുള്ള സ്ഥലം. ഏറ്റവും ഇതെന്താ അറിയോ, അതിൽ ആസിഫിന്റെ ഡെഡിക്കേഷൻ ഓരോരുത്തർ കൊഴിയും. തുടങ്ങുമ്പോൾ ഒരു 10-20 പേരുണ്ടാവും, അതൊക്കെ എല്ലാരും കൊഴിഞ്ഞു. ലാസ്റ്റ് ആകുമ്പോ ആസിഫ് മാത്രം കൈ വിറകൊപ്പിക്കും, 12 ഒപ്പിക്കും, എല്ലാം എന്റെ ജോലിയായിരുന്നു. 5 മണിക്ക് പോയി കിടക്കും, എന്നിട്ട് 7 മണിക്ക് സെറ്റിലും. ആസിഫിന്റെ അവിടെയൊക്കെയാണ് എനിക്ക് ലാൽ സാറിന്റെ തോന്നിയത്. ലാൽ സാർ ഇങ്ങനെയാ വൈകുന്നേരങ്ങളിൽ കൂടാനും ഇതൊക്കെയാണ്. എന്നിട്ട് ലാൽ സാർ ദൃശ്യം ഫസ്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ. ഒരു കുപ്പി മേടിച്ച് കൂടി അവിടെ നിന്ന് വർത്താനം പറഞ്ഞ അവസാനം ഞാൻ 3:30-4 ആയപ്പോ പോയി കിടക്കണേ. രാവിലെ എഴുന്നിട്ട് ഒടുക്കത്തെ തലവേദന. ഞാനിങ്ങനെ സെറ്റ് തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോ ലാൽ സാർ അവിടെ കുളിച്ച് റെഡി ആയിട്ടിങ്ങനെ നിൽപ്പുണ്ട്. ഷൂട്ടിന് ലേറ്റ് ബിഗ് ബോസ് കാണാറുണ്ടോ? നാണല്ലോ ഞാൻ ആദ്യം ചോദിക്കണ്ടേ. ഞാനിപ്പോ അമ്മയെ കണ്ടു, അമ്മയുടെ അത്ര എനിക്ക് കാണാൻ പറ്റൂല, വന്നിട്ടില്ല. എന്താണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനെ പറ്റി? ആദ്യം അർജുൻ്റെ അടുത്ത് തുടങ്ങണം. അർജുൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ്, അർജുൻ വേഗം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുന്ന് ഇറങ്ങി അടുത്തതാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടോ? എനിക്ക് വീക്കെൻഡ് എപ്പിസോഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാൽ സാറിന്റെ വീക്കെൻഡ് എപ്പിസോഡ് എനിക്ക് ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരന്റെ ആ ഒരു ഫയറും ആ ഒരു ഷൗട്ടിങ് ഒക്കെ കാണുമ്പോൾ നല്ല. ലാൽ സാർ ഷൗട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം? ഇത്ര നാൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ല. ഇപ്രാവശ്യം നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ അങ്ങനെ ഫുൾ കോണ്ടന്റ് ആണ്. ഫുൾ കോണ്ടന്റ് ഫുൾ ടൈം ലൈവ് കാണുമ്പോഴാണെങ്കിൽ ഫുൾ ടൈം ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ കാണാറുണ്ടോ ബിഗ് ബോസ്? ആരുടെ ഫാനാ? പക്ഷെ അത് പറഞ്ഞ പ്രശ്നമാവും. കുഴപ്പമൊന്നുമില്ല, ഞാൻ നെവിന്റെ ഫാനാണോ? അടിപൊളി. ഞങ്ങളിപ്പോ വീട്ടില് അതായത് കുറെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടുമല്ലോ. ഇപ്പൊ ഞാൻ ഇവരോട് പറയുന്നു, ഞാനും സമയം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മള് കുറെ നേരമായിട്ട് വണ്ടിയിലിരിക്കുക. ഞങ്ങൾ കുറെ നേരം സംസാരിച്ച് ഏതോ ഒരു പോയിന്റിൽ ഞാനിങ്ങനെ ഒന്നിങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരുന്ന് സൈഡിൽ നിന്ന് കണ്ണടക്കണം, ഞാൻ അല്ല അങ്ങനത്തെ കുറെ ട്രെൻഡ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം സ്പെഷ്യലി ഇപ്പൊ ലാൽ സാറിനെ പറഞ്ഞപ്പോ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിലും ഇപ്പം ഒനിലിന്റെ സ്റ്റേറ്റ്മെന്റും അതിനെ ലാൽ സാർ സപ്പോർട്ട് ചെയ്ത രീതിയും എനിക്ക് ഭയങ്കര, അതായത് ഞങ്ങളുടെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് ലാൽ സാർ ചോദിച്ചല്ലോ. അത്
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഇത് കാണുന്നുണ്ടോ, ലാലേട്ടൻ പറയുന്നതാണോ, അത് നമ്മൾ ഒന്നുമല്ല. ലാലേട്ടൻ ഓരോ എപ്പിസോഡും കാണും, ലാലേട്ടൻ 24 hours കാണും. ഈ എന്റെ വീട്ടിൽ കയറ്റുന്നുള്ളൂ എന്നുള്ളത് നമ്മളൊന്നും പറഞ്ഞതല്ല. പുള്ളി ആ സ്പോണ്ടേനിയസ് ആയിട്ട് പുള്ളിക്ക് അപ്പൊ വരുന്ന ഈ പറഞ്ഞ പോലെ ഇത്രയും തിരക്കുള്ള ഒരാളാണ്, ഇതിന്റെ ഉള്ളിൽ പുള്ളി ഇത് മൊത്തം ദാറ്റ്സ് സംതിങ് കമന്റബിൾ കേട്ടോ. പുള്ളി അത് ഒരു പോയിന്റ് കഴിയുമ്പോ എനിക്ക് അക്ബറിന്റെ അന്നത്തെ പാട്ടുണ്ടല്ലോ, അക്ബർ എഴുതി പാടിയത്. ഐ മീൻ അങ്ങനെ കുറെ എനിക്ക് ഈ പാരഡി ഇതിന്റെ ഒരു രസം എന്താന്ന് പറഞ്ഞ ചേട്ടാ, ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡിൽ ഇവരെല്ലാവരും സ്പെഷ്യലി കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഗുഡ് ബുക്സ് കയറാനുള്ള ശ്രമത്തിലായിരിക്കും. ഇവരെല്ലാവരും ഇവരുടെ ഏറ്റവും നല്ല സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു, ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുന്നു. എന്നിട്ട് ഫസ്റ്റ് നോമിനേഷൻ വരുന്ന സമയത്ത് നോമിനേറ്റഡ് ആയി കഴിയുമ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്യുന്നത് എന്നെ ഇവന് ഇഷ്ടമല്ല. അവിടെ നിന്ന് ഇത് പൊളിയും. ശരിക്കും ഒരുപാട് ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് ഇതിന്റെ അകത്ത്. ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നു, ചേട്ടന് കാണാൻ പറ്റുന്ന ഇഫ് യു വാച്ച് ഇറ്റ് അതെ ശരിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഇതിൻ്റെ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ വരും. പിന്നെ വല്ലപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം കാണും. കാരണം എന്നെ സംബന്ധിച്ചോളം ഈ എഴുത്തുള്ളത് കൊണ്ട് അങ്ങനെ പറയരുത്. കാരണം നമ്മളെല്ലാവരും ചേട്ടന്റെ സിനിമ കാണുന്നില്ലേ, അപ്പൊ ഞങ്ങൾ എടുക്കുന്ന ജോലി നിങ്ങളും അതെ കാണാം. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയ്ക്ക് എഴുത്തുണ്ടല്ലോ എന്ന്. അപ്പൊ അത് കാരണം കണ്ടിന്യൂസ് ആയിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇത് കാണുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതിന് ചർച്ചകളാണല്ലോ ഇത്. അവിടെ ഈ അവര് ഇഷ്യൂ ഉണ്ടായി എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, ഇങ്ങനത്തെ ചർച്ച എടുക്കുമ്പോൾ ഞാനോർത്ത് നമ്മുടെ വീട്ടിനകത്തോ അയലൊക്കത്തെ വല്ല പ്രശ്നമായിരിക്കും എന്നോർത്ത് ചെല്ലുമ്പോൾ കേൾക്കുന്നത് ബിഗ് ബോസിലെ പ്രശ്നമാണ്. അപ്പം ബിഗ് ബോസിലേക്കാൾ വലിയ അടി പുറത്ത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയുള്ള കുറച്ചു മുമ്പ് പുറത്ത് നമ്മളോട് ഇരുന്നപ്പോ കണ്ടില്ലേ, ഞാനോർത്ത് നിങ്ങളെ കൈവയ്ക്കുന്നത്. നമ്മളൊരു ചേരി തിരിഞ്ഞ് അങ്ങനെ ആദ്യം നമ്മൾ തല്ലിങ്ങനെ ആദ്യം വെറുതെ ഇതാവും, പിന്നെ ഗ്രൂപ്പ് ആവും, പിന്നെ 2 ഗ്രൂപ്പ് അറ്റാക്ക്, ഇതിന്റെ ഇടയിലിരുന്ന് വേറൊരാൾ സ്കോർ ചെയ്യും. അതന്നെയാണ് ഇപ്പൊ കണ്ടതാണ് അകത്തും കാണുന്നത്. ആൻഡ് മിറാഷ് സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോകുന്നു. അപ്പൊ ഇനിയും എല്ലാരും പോയി തിയേറ്ററിൽ സിനിമ കാണട്ടെ. ട്വിസ്റ്റ് ഒരു കുറവില്ല, മൊത്തം ട്വിസ്റ്റ്. കൂടുതൽ സ്പോയിലേഴ്സ് പുറത്ത് വരുന്നതിന് അതെ ബേസിക്കലി എനിക്ക് വേണം മിറാഷിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഒരാൾ വന്നിട്ട് പറഞ്ഞു സിനിമ നല്ലൊരു എന്റർടൈനറാണ്, ദയവ് ചെയ്ത് ഈ അവരും പറയുന്ന റിവ്യൂസ് കേൾക്കാൻ നിൽക്കല്ലേ, കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഈ സിനിമയുടെ ഒരു ഫൺ പോവും. കൊണ്ട് നിങ്ങൾ ശരിക്കും അതാണ് ശരിക്കും ഈ സിനിമ ഇതൊരു നല്ല സിനിമയാണ്, അത്യാവശ്യം നല്ലൊരു സിനിമയാണെന്ന ഒരു മജോറിറ്റി ഒപ്പീനിയൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് കൂടുതൽ അതിനെ കുറിച്ച് അന്വേഷിക്കാതെ പോയി തീർന്നു. ഈ ജീത്തു ജോസഫ് സിനിമകൾക്ക് വരുന്ന ഒരു ഇതെന്താണെന്ന് അറിയാം, അവിടെ ട്വിസ്റ്റ് കണ്ടുപിടിക്കാൻ ആൾക്കാർ പോയിരിക്കുന്നത്. അതായത് എന്റെ ബുദ്ധി ഞാൻ ഇതിനു മുമ്പ് അത് കണ്ടുപിടിക്കും, ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞ. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഇത് പലരും അതിന്റെ കാരണമുണ്ട്, എന്താന്ന് ഞാൻ പിന്നെ പറയാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള 5 പേരുണ്ട്. അപ്പൊ കയറി വന്ന് നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇയാള് നെഗറ്റീവ്, അയാൾ തിരിയും. കുറച്ച് കഴിയുമ്പോൾ അയാൾ തിരിയും. അത് കഴിഞ്ഞാൽ 5 പേരെയും തിരിയുമെന്ന് പുള്ളി തീരുമാനിച്ചു. ഇത് കഴിഞ്ഞ് തിരിഞ്ഞ പറയാം എനിക്കറിയായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയായിരുന്നു. അങ്ങനെ പറഞ്ഞ കാരണം ഞാനൊരു പറയാൻ കാര്യം വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ, അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക്. അതെ അതാണ് സിനിമയിൽ അതിൻ്റെതായ ഇതില് അങ്ങനെ അങ്ങ് ഇരുന്ന് പോവാന്നുള്ളു. അതിപ്പോ ഇച്ചിരി അഞ്ജന പറഞ്ഞില്ലേ, ഞാനിങ്ങനെ കണ്ടു ആ ഫ്ലോയിൽ അങ്ങ് പോയപ്പോ ഇതില്ല. പിന്നെ വെച്ചപ്പോ അയ്യോ എനിക്കത് കിട്ടിയാലോ. 1-2 സാധനങ്ങൾ പടം കഴിഞ്ഞ് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ആലോചിച്ചെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ പടത്തിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഇതൊന്നും ആലോചിക്കില്ല. അല്ല ഞാൻ പറഞ്ഞു അതെന്നാന്നറിയോ, അഞ്ജന സിനിമ കഥയിൽ ഇൻവോൾവ് ആയിരുന്നു. ചിലർ ഇത് കണ്ടുപിടിക്കാനായിട്ടാണ് നടക്കുന്നത്. മനസ്സിലായോ? അതിൽ വ്യത്യാസം ഓരോരുത്തർ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അടുത്ത ഇറങ്ങാൻ പോകുന്ന വലതുവശത്തെ കള്ളൻ, പിന്നെ ഇറങ്ങാൻ പോകുന്ന ദൃശ്യം 3, പിന്നെ ഇറങ്ങാൻ പോകുന്ന ഫഹദിന്റെ പടം ഒരു ഫാക്ടറിയാണ്. ഇതിനിടയിൽ ബിഗ് ബോസ് കാണണോ അല്ലേ? അപ്പോ നമുക്കൊക്കെ കേൾക്കാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം, ലാലേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നിപ്പം ദൃശ്യം 3യുടെ പൂജ കഴിഞ്ഞു. ഇപ്പം ദൃശ്യം 3 ചോദിക്കുന്ന എനിക്കറിയില്ല. ഇതൊരു കൊച്ചു സിനിമയാണ്. അങ്ങനെ വലിയ ഫസ്റ്റിലെയും സെക്കൻഡിലെയും പോലെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഇത് ഫസ്റ്റ് പോലെ ആയിരുന്നില്ല, സെക്കൻഡ് പോലെ ആയിരിക്കില്ല തേർഡ് വേറെ രീതിയിൽ. ആ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് ദയവ് ചെയ്തിട്ട് ജിത്തു ജോസഫിന്റെ ദൃശ്യം അല്ലെ ലാലേട്ടന്റെ ദൃശ്യത്തിനകത്ത് എന്തൊക്കെ ട്വിസ്റ്റാണ് ഇത് അങ്ങനെ കാണിക്കാതെ ജോർജ് കുട്ടിയുടെ ലൈഫിൽ പുതിയ പ്രശ്നങ്ങൾ,
അതെന്താണ് അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം ക്യൂരിയസ് ആയിട്ട് വരിക. ഞങ്ങൾ കാണാൻ പോകുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കാണാൻ എന്നാലും ഞാൻ പറയും. ദൃശ്യം 1, ദൃശ്യം 2 ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മലയാളം എന്താ പറയുക സിനിമ പോലും സ്റ്റക്കായി നിന്ന സമയത്ത് മലയാള സിനിമയെ പൊക്കിക്കൊണ്ടുവന്ന ഒരു സിനിമയാണ് ദൃശ്യം 2. ഓഫ് കോഴ്സ് ആ സമയത്ത് നമുക്ക് തിയേറ്ററിലൊറ്റ സിനിമയില്ല, നമ്മൾ OTT കാണുക ചെയ്തത്. ദൃശ്യം 1 ഞാൻ പിന്നെ പറയണ്ടല്ലോ, അതൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എല്ലാ ലാംഗ്വേജിലും. അപ്പോൾ അങ്ങനെ ഒരു വലിയ സിനിമ, അതുപോലെ ഒരു എന്താ പറയുക ഹിസ്റ്ററി മേക്കർ ഡയറക്ടർ, അത്രയും വലിയൊരു ആക്ടർ, ഇത് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇതൊരു കൊച്ചു എളിമയ്ക്കൊക്കെ അല്ലല്ല എളിമയുടെ കൊണ്ടല്ല, അതാണ് സത്യം. ഞാൻ പറഞ്ഞത് നിങ്ങൾ അതിനകത്ത് വലിയ ട്വിസ്റ്റും ഇതൊക്കെ പ്രതീക്ഷിച്ച് വരാതെ അവരുടെ ലൈഫിൽ ഇനി എന്താണ് നടക്കുന്നത്, അല്ല ട്വിസ്റ്റ് ഇല്ലാതെയും അവരുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ വരിക, അത്രേ ഉള്ളൂ. അത് കാരണം വെച്ചാല് ഫസ്റ്റിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ആയിരുന്നില്ല സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ അല്ല തേർഡ്. ഇപ്പൊ കുറച്ച് പേര് എഴുതുന്നുണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിങ്ങിനേക്കാൾ മുകളിലുള്ള ഒരു സ്ക്രിപ്റ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല തേർഡ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഓർഗാനിക്കലി 4 വർഷത്തിന് ശേഷം അവരുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. 4 വയസ്സ് കൂടും, അല്ല 4 വയസ്സ് കൂടും. അക്കൂട്ടത്തിൽ പുതിയ അയലോകംകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കുമോ, ഇങ്ങനെ അവർ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ സൊസൈറ്റിയിൽ നിന്ന്. അതെന്തൊക്കെയായിരിക്കും എന്നാണ് ഞാൻ അതിനകത്ത് പറയുന്നത്. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നല്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് വിത്ത് സക്സസിന്റെ കൂടെ വരുന്ന ഒരു ബാധ്യതയാണ്, ബാഗേജാണ് ഇതൊക്കെ. അപ്പം ആസിഫ് അഭിനയിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ കണ്ടു ദൃശ്യത്തിൽ. ഗിരി വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതൊക്കെ ഇതോടെ ഈ പരിപാടി അവസാനിപ്പിക്കണം. ഞാനിത് തെളിയിക്കാൻ പോവാ. ഇനി 3, 4 പറഞ്ഞ് വരാൻ പറ്റില്ല. ഈ പരിപാടി ഗിരി ഗതികെട്ടിട്ട് വന്ന് അവസാനിക്കട്ടെ. അപ്പോ എന്തായാലും മിറാഷ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇപ്പോൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്. ഈ പറയുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഗസ് ചെയ്യുന്നവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറയുന്നുള്ളൂ. പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോ താങ്ക് യു വെരി മച്ച്. അർജുന്റെ യാത്രയാണ് ഇനിയിപ്പം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പണ്ട് ഋതുവിൽ നമ്മൾ ആസിഫിനെ കാണുന്ന സമയത്ത് അത് എൻ്റെ ഒരു പേഴ്സണൽ സാധനം കേട്ടോ. ആസിഫിന്റെ ഒരുമാതിരി ആ സമയത്തൊക്കെ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിരുന്ന ഒരു സാധനം ആസിഫിന്റെ ശബ്ദം. ഇയാളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശബ്ദത്തിനൊരു നെഗറ്റീവ്. പക്ഷെ ഇപ്പൊ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആസിഫിന്റെ ശബ്ദം. സോ അമിതാഭ് ബച്ചൻ എങ്ങനെയല്ലായിരുന്നോ ARലൊക്കെ വന്നപ്പം ശബ്ദത്തിന്റെ പേരിൽ ഒഴിവാക്കി കളഞ്ഞ കുറച്ചുകൂടി മറ്റേ നായകനാന്ന് വെച്ചിട്ട് തള്ളുന്നില്ല. അപ്പൊ താങ്ക് യു വെരി മച്ച് അപർണ. നമ്മള് അപ്പുറത്ത് ചെറുതാണല്ലോ അതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഇപ്പൊ നമ്മുടെ ഹൗസിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഹൗസിൽ വെച്ച് കാണാം. ഓക്കെ ചേട്ടാ, ഒരു ഡൗട്ട് ലാസ്റ്റ്, ജോർജ് കുട്ടിയെ പിടിക്കുമോ പോലീസ്? ലൈൻ കട്ട്